ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്ക് മാത്രം. ക്യൂ കോംപ്ലക്സുകളിൽ കൂടുതൽ ജീവനക്കാരെ നിയന്ത്രിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ ആദ്യ NDRF സംഘം സന്നിധാനത്തെത്തും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് SIT. ദേവസ്വം ബോർഡ് നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മുരാരി ബാബുവിന്റെ വാദം. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് നിർണായകം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ഇന്ന്. കോഴിക്കോട് UDF മേയർ സ്ഥാനാർത്ഥി VM മിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ കളക്ടർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് റിപ്പോർട്ട് നൽകും. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ ന്യായീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ്. സൗദി കിരീടാവകാശിക്ക് ഒന്നും അറിയില്ലായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ്. പ്രതികരണം വൈറ്റ് ഹൌസിൽ. മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ സൗദിക്ക് F-35 വിമാനങ്ങൾ US നൽകും.